മഹാകുംഭമേള എന്ന മഹാത്ഭുതം 144 വർഷത്തിൽ ഒരിക്കൽ, അതായത് ഒരു മനുഷ്യായുസ്സിൽ കാണാൻ പറ്റുന്ന അപൂർവ സൗഭാഗ്യം. പ്രയാഗ്രാജ് അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ പ്രയാഗ്രാജിലേക്കാണ്. ഫ്രാൻസിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും, UK-യിൽ നിന്നും, അമേരിക്കയിൽ നിന്നും സനാതനധർമ്മത്തിന്റെ പരകോടി കാണാൻ ഭാരതത്തെ സ്നേഹിക്കുന്നവർ, ഭാരതത്തിന്റെ അടിസ്ഥാന സംസ്കൃതി മനസ്സിലാക്കുന്നവർ ഒഴുകിയെത്തുകയാണ്. ഈ സംഭാഷണം തയ്യാറാക്കും ദിവസം, അതായത് ജനുവരി 23, 8 കോടി മനുഷ്യർ പ്രയാഗ്രാജിലെത്തി മടങ്ങി. അതെ, 8 കോടി മനുഷ്യർ. എല്ലാവർക്കും ഒരേ ലക്ഷ്യം: ജന്മസാഫല്യം. ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുക, സകല പാപങ്ങളും കഴുകിക്കളയുക. മരം കോച്ചും തണുപ്പിൽ, ഗംഗയിലെയും യമുനയിലെയും മരവിപ്പിക്കുന്ന ജലത്തിൽ, ഇപ്പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും തടസ്സമാകാതെ അവർ ആത്മനിർവൃതിയിലാണ്. ഭക്തി മാത്രം, ഭക്തിയല്ലാതെ മറ്റൊരു വികാരവുമില്ല. UP-യിലെ എല്ലാ വഴികളും പ്രയാഗ്രാജിലേക്കാണ്. ശിവരാത്രി നാൾ വരെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജനകോടികൾ ഇവിടെയെത്തും. പാപമുക്തരാകും. ലോകത്തോട് വിളിച്ചു പറയും: ഇതാണ് ഞങ്ങളുടെ സംസ്കൃതി, ഇതാണ് ഞങ്ങളുടെ ഭാരതം, ഇതാണ് സനാതനധർമ്മം. स्नान कर दिया? हाँ, कैसा लग रहा है? बहुत अच्छा, बहुत अच्छा। हाँ, हाँ। आपको बहुत इस दिन का इंतजार था? हाँ, बहुत दिन से इंतजार था जो संगम में हम डुबकी लगा ले। हाँ। बिहार से आए हैं। हाँ, बिहार से आया है? बिहार से आए, समस्तीपुर जिला से। ओह, अच्छा अच्छा। हाँ। पहला बार तो ऐसा हमको मिला है, जीवन में पहला बार मिला है आदमी संगम नहाने का। नहीं तो कभी मौका नहीं मिलता था। है योगी जी का धन्यवाद है। माई का स्नान में नहा लीजिए, ऐसा स्नान नहीं मिलेगा। 84,000 के बाद आए हैं ये चैनल, ये बाबा नहा लीजिए, नहा के जाइए, जरूर जाइए, नहा लीजिए, ऐसा स्नान नहीं मिलेगा। 84 वर्ष के बाद आए हैं। मैं सर भगवान की लीला थी, मैं वहाँ से प्रयागराज आ गया, मतलब सोते रह गए प्रयागराज आ गया। प्रयागराज आया तो सर उतर के गंगा स्नान कर लिया सर। बहुत प्रसन्न हो रहा है सर। हर हर महादेव। सर कल भी नहाया और आज भी नहा रहा हूँ। महादेव ने ही मुझे बुलाया था सर। बहुत बढ़िया लगा, यहाँ सभी लोग आए, बहुत बढ़िया। നിഗൂഢവും ഗുപ്തവുമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള നാഗസന്യാസിമാർ. കുംഭമേളയുടെ പെരുമ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൗതുകം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ സന്യാസിമാരുടെ ജീവിതചര്യകളും പ്രവൃത്തികളും. അവർ ഏറ്റവും പവിത്രമായി കാണുന്ന ഒന്നാണ് അഗ്നി. രാവിലെയും വൈകിട്ടും അവർ അഗ്നിപർ കൂട്ടിയിട്ട് കത്തിച്ച് അരികത്തിരിക്കും. ഉറങ്ങുന്നതും സമയം ചിലവഴിക്കുന്നതുമെല്ലാം ഈ ആത്മീയ പാതയിൽ. എല്ലാവരും ഉറങ്ങുമ്പോൾ, രാത്രിയിൽ സമസ്ത ജീവജാലങ്ങളും ഉറങ്ങുമ്പോൾ, മരം കോച്ചുന്ന അതിശൈത്യത്തിൽ ഭസ്മം മാത്രം പൂശി ശൈത്യത്തിനൊപ്പം ജീവിക്കുന്ന നാഗസന്യാസിമാർ. വേഷഭൂഷാദികൾ കൊണ്ടും വസ്ത്രധാരണമില്ലാതെ പ്രത്യക്ഷപ്പെട്ടും ഏറെ വ്യത്യസ്തരായ ഇവർ ഭസ്മം വസ്ത്രമാക്കിയ ഛത്തീസ്ഗഡ് സ്വദേശി ദിഗംബർ ദേവത്തും, കാട്ടിലെ ഗുഹകളിൽ താമസിക്കുന്ന കുംഭമേളകളിൽ മാത്രം പുറംലോകം കാണുന്ന കാട്ടുകനികളും ഇലകളും മാത്രം ഭക്ഷിക്കുന്ന ദിഗംബർ ഭവാനി ഗിരിയും. ഇങ്ങനെ മറ്റെങ്ങും കാണാത്ത കാഴ്ചകളാൽ സമ്പന്നമാണ് മേള. പുറം ലോകത്തോട് സമ്പർക്കമില്ലാത്ത അവരുടെ ജീവിത രീതികളുമായി അവർ കുംഭമേള അവസാനിക്കുമ്പോൾ മടങ്ങും കാട്ടിനുള്ളിലെ ഗുഹകളിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത ആശ്രമങ്ങളിലേക്ക്. कुंभ मेला में क्या है, ये बहुत समय के बाद में संयोग बना है। कुंभ मेला एक महापर्व है और 12 वर्ष के बाद में ये पड़ा है। आपके चैनल के माध्यम से ये कहेंगे ज़्यादा से ज़्यादा संख्या में जनता आए और पुण्य के भागी बने, संतों के दर्शन करके पुण्य के भागी बने। संत दर्शन पातक तरही। यहाँ पे 2-3 चीज़ दिखाई जाती है किले में। बट विश्वास अचल धर्म, एक बट का वृक्ष है। हम अमरकंटक से आए हैं। हाँ, अमरकंटक। उधर आश्रम है? हाँ जी, कुटिया है जंगल में। हाँ, जंगल में? जी, किस जंगल में? कंटक, अमरकंटक, नर्मदा उद्गम स्थल। ओ,
और कितने आदमी रहता है आपके साथ? अकेले रहते हैं हम, कोई नहीं रहता हमारे साथ। रहना कैसा गुहा में? रहना किधर है? हाँ, झोपड़ी में। झोपड़ी में? जी हाँ। सिर्फ ये मेला के लिए बाहर आता है? हाँ जी, मेला के लिए बाहर आता है। उधर खाना पीना सब कुछ? झाड़ पेड़ पत्ता मिलता है। हाँ, वही खाता है। और वस्त्र भी नहीं पहनते? वस्त्र नहीं पहनते। हाँ जी। आपका वस्त्र है पश्चिम में? पश्चिम में वस्त्र है ना, ये भगवान का वस्त्र है, हमको दिया है भगवान ने। हाँ जी। हाँ, इधर कुंभ मेला कैसा लग रहा है? कुंभ मेला बहुत अच्छा लग रहा है और सभी के लिए अच्छा हो कुंभ मेला, सबकी मनोकामना पूरी करे मेला गंगा मैया। हाँ जी। किधर से आया है? ओमकारेश्वर। उधर किधर रहता है आप? अरे ओमकारेश्वर आश्रम है हमारा। आश्रम है। अच्छा, ये कुंभ मेला के लिए आया है? हाँ, कितना दिन हो गए? 20 दिन हो। खाना पीना सब कुछ इधर ही है? हाँ, होता है, सब यहीं पे होता है। हाँ, खुद ही बनाते हैं। इधर आश्रम में कितना आदमी है? आश्रम में कितना आदमी है? कहाँ पे? उधर आपका आश्रम है? अकेला ही रहता हूँ मैं, अकेला ही रहता हूँ। यहाँ भी अकेला ही, वहाँ भी अकेला ही, साथ कोई नहीं है अपने। अकेला आए हैं, अकेला जाएंगे, अकेला रहेंगे, सब काम अकेला। हाँ, वस्त्र भी नहीं ऐसा होगा? नहीं, हम ऐसे ही रहते हैं। അങ്ങനെ സനാതനധർമ്മത്തിന്റെ പരകോടിയായി ആദരിക്കപ്പെടുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ ആഘോഷത്തോടെ കൊണ്ടാടുകയാണ്. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സനാതനധർമ്മം എന്തെന്ന് ദൂരെ നിന്ന് കേട്ട് അത് പഠിക്കാനായി ഇവിടെ എത്തിയ വിദേശികളുടെ വലിയ കൂട്ടം. This Kumbh Mela, the speciality is so many people, many people have come for the first time. Very curious, and it's fascinating. It's fascinating. I never saw such a spiritual meeting where people gather in peace and in prayer. I'm very impressed. There's so much that in the West we can learn from India. We have forgotten our values. You look, most of the families, they've second, third, fourth partner. It's bad for the children. So you are still in a position to have all these old values. Oh, incredible. This festival is number one on the world. I am French and I am so happy to see this. बहुत खुश हूँ. हिंदी कैसा मालूम? हिंदी थोड़ा बोलता हूँ. You are believing in Sanatan Dharma? Sorry? You are believing in Sanatan Dharma? Of course. But I am Christian. लेकिन incredible. All people very believe in God. Incredible. धन्यवाद जी. You are coming first time here? First time in this festival, yes. Last time, Dev Dipavali, Varanasi. बहुत सुंदर also. बहुत सुंदर. ആത്മീയ യാത്ര, ആഗോള ഐക്യത്തിന്റെ സാക്ഷ്യം, സനാതനധർമ്മം എന്ന ജീവിത രീതി, സന്യാസ്തിവര്യന്മാരുടെയും സ്വാമിമാരുടെയും ആത്മീയ ഒത്തുചേരൽ. മറ്റേതൊരു ആത്മീയ യാത്രയേക്കാൾ സവിശേഷത ഇതൊക്കെ കൊണ്ടാണ്. ലോകം ഇങ്ങോട്ട് നോക്കുന്നു, മഹാപ്രവാഹം തുടരുന്നു. പ്രാർത്ഥനാനിരതരായ മനുഷ്യരുടെ സമുദ്രമായി ത്രിവേണി സംഗമം മാറുന്നു. ഗംഗയും യമുനയും സങ്കല്പനദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിൽ മുങ്ങി നിവരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. അവർ ആത്മനിർവൃതിയുടെ പാതയിലാണ്. ധർമ്മബോധനവും സംവാദങ്ങളും അങ്ങനെ മേളയുടെ പ്രൗഢി കൂട്ടുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ വൈബ്രൻ്റ് ആണ്, പോസിറ്റീവ് വൈബ്രൻ്റ് ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ക്രൗഡ് വന്നിട്ട് എല്ലാവരും ഒരേ ഇൻറ്റൻഷനാണ് ഇവിടെ. ഭക്തിയുടെ ഒരു മൂഡാണ്. നമുക്ക് വേറെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളത് ഒരിക്കലും ബോധർ ചെയ്യുന്നില്ല, ഓർക്കുന്ന പോലുമില്ല ബാക്കിയുള്ള സ്ട്രഗിള്. അങ്ങനെ അത്രമാത്രം ഒരു പ്രത്യേക മൂഡാണത്. എന്താ അവർ പറയാനുള്ളത്?
ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ, കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബാണ്. എല്ലാവരുടെയും സിംഗിൾ ഇൻറ്റൻഷനാണല്ലോ, എല്ലാവരും വരുന്നത് ആ ഭക്തിയുടെ ഇതിൽ, പിന്നെ ഇവിടെ സ്നാനം, ഇതിൻ്റെ ഗംഗാ സ്നാനം ചെയ്യാൻ ആ ഒരു ഇൻറ്റൻഷനിലാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇതിൻ്റെ ആണെങ്കിലും ക്ലൈമറ്റിൻ്റെ ആണെങ്കിലും നമുക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ വാം ആവുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി. ഒരു സ്പിരിച്വൽ ഫോം ഇത്രമാത്രം ഗ്യാദർനെസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു അതായത് ഒരു ഫാമിലിയിൽ ഇന്ന പ്രായത്തിലുള്ളതൊന്നുമില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും പ്രായം കൂടിയ ആളും ഇതിൻ്റെ അകത്ത് വരുവാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആകാറില്ല. എത്ര വയ്യാത്ത ആൾക്കാരും ഞാൻ നോക്കിയിട്ട് നടക്കാൻ മേലാത്ത ആൾക്കാരുമായിട്ട് തീരെ ചെറിയ കൊച്ചിനെ വരെ ഷോൾഡറിൽ എടുത്തിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഒരു ഉത്സവം നമുക്ക് വളരെ അപൂർവമാണ്. മനുഷ്യായുസ്സിൽ ഒന്നു മാത്രം 12 കുംഭമേളകൾക്കിടയിൽ മഹാകുംഭമേള, 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാസംഗമം. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ അല്ലെങ്കിൽ നാസിക് എന്നിവിടങ്ങളിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അപൂർവ വിന്യാസത്തിൽ ഇത്തവണത്തേത് മഹാകുംഭമേളയായി മാറുന്നു. 44 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം, മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുക. പാപമുക്തിക്കും മോക്ഷത്തിനും ഇത് വഴിവെക്കും എന്ന വിശ്വാസത്തിൽ ജനകോടികൾ. കുംഭമേളകൾ നടക്കുന്ന 4 പുണ്യസ്ഥലങ്ങളും ഹൈന്ദവ ആചാരപ്രകാരം വളരെ വിശുദ്ധമായി കരുതപ്പെടുന്നവയാണ്. പുരാണങ്ങളുമായും ജ്യോതിഷവുമായും ഈ സ്ഥലങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാരങ്ങൾ കൊണ്ട് സമ്പന്നമായ കാലയളവ്. ഹർഷവർദ്ധൻ്റെ കാലത്ത് ഒരു കുംഭമേള നടന്നിട്ടുണ്ട് പ്രയാഗ്രാജിൽ എന്നാണ് ഇങ്ങനെ ഒരു ഇതിഹാസമുണ്ട്. പക്ഷെ അത് മുഴുവൻ ബുദ്ധിസ്റ്റായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും നടന്നിട്ടില്ല. ആദിശങ്കരാചാര്യനാണ് ആദ്യമായിട്ട് കുംഭമേള എന്ന് പറഞ്ഞ ഒരെണ്ണം രൂപീകരിച്ച്. കാരണം ഈ സംഗമം എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടത്തും, അല്ലെങ്കിൽ ഹോളി റിവേഴ്സുള്ള സ്ഥലത്ത്, ഗംഗ, യമുന, ഇവിടെ സരസ്വതി ഉണ്ടെന്നാണ് പറയുന്നത്, അണ്ടർഗ്രൗണ്ട് ത്രിവേണി സംഗമം. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കുംഭമേള ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം നടത്തി കഴിയുമ്പോൾ ഒരുപാട് സാധുക്കളും പലതരത്തിലുള്ള സമ്പ്രദായത്തിലെ ആളുകളും ഇതിനകത്ത് വന്ന് അവർ തമ്മിലൊരു ഡയലോഗ് നടത്തി ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാനും വേണ്ടിയാണ് ആദിശങ്കരൻ ഇത് രൂപീകരിച്ചത്. പക്ഷേ പഴയ പുരാണ കഥയിൽ പോവുകയാണെങ്കിൽ ഈ സമുദ്രമന്ഥൻ ചെയ്ത സമയത്ത് അസുരന്മാർ അമൃതം എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്പില്ല് ചെയ്ത് വീണ 4 സ്ഥലത്താണ് കുംഭമേളം ചെയ്യുന്നത് എന്നാണ് പഴയ പുരാണിക് എക്സ്പ്ലനേഷൻ. അപ്പോൾ കുംഭ എന്ന് പറഞ്ഞാൽ തന്നെ പോട്ടാണ്, ഒരു കുടത്തിനെയാണ് നമ്മൾ കുംഭം എന്ന് പറയുന്നത്. അപ്പോൾ സനാതനധർമ്മത്തിലെ എല്ലാ ബ്രാഞ്ചിലെ ആളുകളും ഒന്നിച്ചൊരു കുംഭം പോലെ ഒരു സ്ഥലത്ത് വന്ന് അവർ തമ്മിലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഡയലോഗുകളൊക്കെ നടത്തി, ചർച്ചകളൊക്കെ നടത്തി സനാതനധർമ്മം മനസ്സിലാക്കാനും ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി പകർത്തി കൊടുക്കാനുമുള്ള ഒരു മൂവ്മെൻ്റാണ് കുംഭമേള. അത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ 5-6 കുംഭമേളം കണ്ടിട്ടുണ്ട്. People all over the world have come to know. So we have the largest crowd possibly that has gathered here. And we expect that on the 29th, which is Mauni Amavasya, and then 3rd February, which is Basant Panchami, that the crowd should be even larger. And so I think what for me, the experience yesterday, riding to this bath, was the bhava. And I feel that for me, the attraction always to the Kumbh Mela has been that. No matter how rich you are, no matter how poor you are, or no matter where in the middle, the bhava is predominant. And sitting up there, I had tears in my eyes just to know that we as Sanatani Hindu people have this feeling. And people don't know me, people don't know any of the sadhus, they don't know who is what or anything. They just have heard from their ancestors in the scriptures that to have darshan of a sadhu is blessed. So they were just standing on the street
in the midst of a crowd, being squished, pushed, whatever, but yet they felt very extremely blessed. ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടേക്കാണ്? ആദ്യമായി കുംഭമേള കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ പലതാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്, കിലോമീറ്റർ നടക്കണം, വാഹനങ്ങൾ അനുവദനീയമല്ല. ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാഹം. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പ്രായഭേദമില്ല. ഇവിടെ സർവം ഭക്തി മാത്രം. ദാ അങ്ങ് കുറെ നടന്നാൽ എത്തുക ത്രിവേണി സംഗമത്തിൽ. അവിടെയെല്ലാം തയ്യാറാണ്. മനോഹരമായി ഒരുക്കിയിരിക്കുന്ന സ്നാനഘട്ടങ്ങൾ, 30 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടി. കൊടും തണുപ്പത്തും ഗംഗയിലും യമുനയിലും സരസ്വതിയിലും മുങ്ങിക്കുളിക്കുക, മോക്ഷപ്രാപ്തി നേടുക, പാപമുക്തി നേടുക. എത്രയെത്ര ജനങ്ങളാണ്! മുങ്ങി നിവരുമ്പോൾ അനുഭവിക്കുന്ന ആത്മനിർവൃതി അത്രയേറെയാണ്. സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സാഗരം, അതിനകത്ത് ഫ്ലോ ചെയ്യുന്ന എല്ലാ നദികളും പലതരത്തിലും പലയിടത്തുനിന്നും എല്ലാം ഒന്നിച്ചു വന്ന് ഒന്നായിട്ട് നിൽക്കുന്നതാണ് കുംഭം. ഇതാണ് കുംഭം. ഇതിനകത്ത് നമുക്ക് അദ്വൈത വേദാന്തം കാണും, വിശിഷ്ടാദ്വൈതം കാണും, വൈഷ്ണവായിട്ട് കാണും, ദ്വൈതം വിശ്വസിക്കുന്നവർ കാണും. എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഇസ്കോണുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനെ വിശ്വസിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ശൂന്യത്തിൽ വിശ്വസിക്കുന്ന വേദാന്തന്മാരും ഉണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മുടെ കൾച്ചറിൻ്റെയും സനാതന ധർമ്മത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു വൈഡ് ക്യാൻവാസാണ്. എല്ലാ പെയിൻറ്റും ഉണ്ട് ഇതിന്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുംഭമേളത്തിലേ കിട്ടുള്ളൂ, വേറെ ഒരിടത്തും കിട്ടില്ല നമുക്ക്. I feel that everybody is praying for peace. That's really the main prayer, I feel. We have a prayer, Sarve Bhavantu Sukhinaha. May all beings be, I tell people in English, actually there's no word for sukha. You know, I say that it's being content within oneself. You know, I must be at peace myself. That is sukha. And that is what I think all of us here are doing. Whether it is through satsang, whether it is through homam, whether it is through puja, whether just devotees walking around. Because some pilgrims here actually have no idea what they have come to, other than that they have heard through media or through some method that you must go. So some people are just showing up, they don't know why, they just said, humko bola aa jao, hum aa gaye. You know, some friend has brought them, some family member has brought them, some child has come, whatever it is. But I feel that we believe that it is your punya that has brought you here. Now, why the two of you? Why not somebody else from your channel? But some punya in your life has blossomed, and so you have come, you will meet. Now you will go back home, but you may not really know what has happened, but in some subtle way, I feel myself, and I feel that for all of us, we are touched. ആത്മീയ ആചാര്യന്മാരുടെ, ലോകമെങ്ങും ആശ്രമങ്ങളുള്ള വലിയ ശിഷ്യസമ്പത്തുള്ള ഒരുപാട് ആത്മീയ ഗുരുക്കളുടെ സംഗമഭൂമി കൂടിയാണ് പ്രയാഗ്രാജ്. ഞാനും നിങ്ങളും ചേരുന്ന സമൂഹത്തിന് നേർവഴി നിർദ്ദേശിക്കുന്ന, നല്ല മനസ്സിന് ഉടമകളാകാൻ പ്രേരിപ്പിക്കുന്ന, സാർവലൗകിത്വം എന്ന വലിയ പ്രമാണം പഠിപ്പിക്കുന്ന മഹനീയ ഗുരുക്കൾ. അവരെ ഒന്ന് കാണാനും അവരുടെ മഹത്വചനങ്ങൾ കേൾക്കാനും ശിഷ്യഗണങ്ങളുടെ പ്രവാഹവും. അങ്ങനെ കുംഭമേള എന്നത് ആത്മീയമായ കൂടിച്ചേരലിൻ്റെ വേദി കൂടിയാകുന്നു. 20,000 ഹെക്ടർ വരുന്ന മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന ടെന്റ് സിറ്റിയിൽ ലൗകിക വികാരങ്ങൾ മറന്ന് ആത്മീയ ചിന്തയിൽ മാത്രം വിഹരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ. गंगा जी से आशीर्वाद मांगेगा है भगवान, भक्ति मांगेगा है। भक्ति बहुत बढ़िया, बहुत बढ़िया भक्ति मांगेगा। हे गंगा माई जय, हे माता जी जय, हे नरेंद्र। गंगा जी से भक्ति मांगेगा, भक्त करेगा, हम भक्ति है। कैसा लग रहा है इधर? बहुत बढ़िया, हाँ बहुत बढ़िया। संगम भाई, हाँ संगम स्नान करे, हम गंगा जी से आशीर्वाद ले। हाँ जो मुक्ति हमने के बढ़िया से होके चाहिए। हाँ गंगा जी में संगम को के आके मुक्ति मंगल बन जाए। हे भगवान, हे गंगा माई, संगम में आके अपन मुक्ति मंगल बनी, आशीर्वाद मंगल बनी। गंगा जी से जय, हे माता जी।
ഇങ്ങനെ പ്രാർത്ഥനാനിരതമായ മനുഷ്യരുടെ ഒരു സമുദ്രമായി ഗംഗാതീരം മാറുകയാണ്. പ്രാർത്ഥനകൾ ഈ ദിനങ്ങളെ മന്ത്രമുഖരിതമാക്കുകയാണ്. പ്രഭാഷണങ്ങളും സംവാദങ്ങളും സജീവമാണ്. I think Adi Shankara from Kerala started this tradition, or before him, God knows. But this tradition has continued through all, and I tell people the fact that we survived the Mughals, we survived the British, we survived every invader. That means there is some truth in this tradition, and that truth till today in 2025 we are experiencing. സ്വാമി വിവേകാനന്ദൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു പരമാത്മാവിൻ്റെ ഒരു സ്പാർക്ക്, ഒരു അംശം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നാണ്. പുറത്തവരെന്ത് പറഞ്ഞാലും അകത്തെല്ലാവരും ഒന്നാണ്. ആ ഒരു ബേസിസിൽ ജീവിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നടത്താൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കിനായ മനുഷ്യർ, ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താപസർ, സന്യാസംഘങ്ങളായ അഖാഡകളുടെ ഘോഷയാത്രകൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കുംഭമേളയുടെ രഹസ്യം തേടി വിദേശസഞ്ചാരികൾ, അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര, ഭാരതത്തിൻ്റെ ഒരു ചെറുപതിപ്പ്. ഹിന്ദിയും ബംഗാളിയും സംസ്കൃതവും ഗുജറാത്തിയും മറാത്തിയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളിൽ നിന്നുമുണ്ട് ആളുകൾ. എത്ര പേർ! ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമം ഇത്തരത്തിൽ സങ്കല്പിക്കാനാവില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജ്യോതിഷത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കി കുംഭമേള തീർത്ഥാടകർ അറിഞ്ഞിരുന്നുവെങ്കിൽ, സാമ്രാജ്യങ്ങളുടെ ഉയർച്ചകൾക്കും താഴ്ചകൾക്കുമിടയിൽ സുഖമായി കുംഭമേള നടന്നിരുന്നുവെങ്കിൽ, ആധിപത്യങ്ങൾക്കിടയിലും മഹാപ്രവാഹമായെങ്കിൽ, ഡിജിറ്റൽ കുംഭകാലത്തും ഭക്തിയോടെ ആത്മീയ നിർവൃതിയോടെ കുംഭമേള അങ്ങനെ ആഘോഷിക്കപ്പെടുകയാണ്.